പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ചൊരുക്ക് വന്ദേ മാതരത്തോട് കാണിച്ചാൽ ഇനി കളി മാറും. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ 3 വർഷം കഠിന തടവ്. രാജ്യസ്നേഹമെങ്കിലും രാജ്യദ്രോഹം അരുത്. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയിരിക്കുകയാണ്. ജനഗണമനയ്ക്ക് പിന്നാലെ തന്നെ വന്ദേ മാതരത്തിനും നിയമ സംരക്ഷണം ഒരുക്കുകയാണ്. നിർണായക നീക്കവുമായി കേന്ദ്രം ഇപ്പോൾ രംഗത്ത് വരികയാണ്. വന്ദേ മാതരത്തെ അപമാനിക്കുകയോ അതിന്റെ ആലാപനം ബോധപൂർവം തന്നെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്ന തരത്തിലുള്ള കർശന ശിക്ഷയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, വലിയ രീതിയിൽ അതായത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ അമെൻമെന്റ് ബിൽ 2026 എന്ന പേരിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുക. ദേശീയ പതാക, ഭരണഘടന, ദേശീയ ഗാനമായ ജനഗണമന എന്നിവയെ അപമാനിക്കുന്നവർക്കെതിരെ നിലവിൽ 1971 നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും വന്ദേ മാതരത്തിന് ഇതുവരെ സമാനമായ നിയമപരമായ സംരക്ഷണം ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ബില്ലിന് അന്തിമ അംഗീകാരം നൽകിയതോടുകൂടിയാണ് ഇത് നിയമനിർമ്മാണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട വന്ദേ മാതരത്തിന് അർഹമായ അംഗീകാരം നൽകുകയാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യം എന്നതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗാനത്തിന് മുമ്പായി തന്നെ വന്ദേ മാതരം ആലപിക്കണമെന്ന നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ നിയമപരമായ സംരക്ഷണം കൂടി ലഭിക്കുന്നതോടുകൂടി ദേശീയ ബഹുമതികളുമായി തന്നെ ബന്ധപ്പെട്ട നിയമചട്ടങ്ങളിൽ വലിയ മാറ്റമാണ് കേന്ദ്ര സർക്കാർ ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വന്ദേ മാതരത്തിന് മുൻകാല സർക്കാരുകൾ അർഹമായ പരിഗണന നൽകിയില്ല എന്ന BJPയുടെ ദീർഘകാല ആരോപണങ്ങൾക്കായുള്ള മറുപടി കൂടിയാണ് ഈ പുതിയ നിയമനിർമ്മാണം. ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗാനത്തിന് തൊട്ടു മുൻപേ തന്നെ വന്ദേ മാതരം നിർബന്ധമായും ആലപിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. വന്ദേ മാതരം ബില്ലിനൊപ്പം തന്നെ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്ന മറ്റൊരു നിർണായക ബില്ല് കൂടി ഇവിടെ വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബിൽ അത് ഇവിടെ കൊണ്ടുവരുന്നതായി തന്നെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സന്നദ്ധ സംഘടനകളുടെയും പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകളുടെയും വിദേശ ഫണ്ടിങ്ങിനെ കർശനമായി തന്നെ നിയന്ത്രിക്കുന്നതാണ് ഈ ബില്ല്. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് 38 തന്നെ ഉയർത്തിയ ഓർഡിനൻസ് അതിന് പകരമുള്ള ഒരു ബില്ല്. 2 വർഷത്തിലധികം വൈകി നടക്കുന്ന ജനന മരണ സർട്ടിഫിക്കേഷനുകൾക്ക് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അനുമതി നിർബന്ധമാക്കുന്ന ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല്, ആദായ നികുതി വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്ന ഇൻകം ടാക്സ് ഭേദഗതി ബില്ല് 2026, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മേൽനോട്ടത്തിനായുള്ള ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ബില്ല്. അതേസമയം രാഷ്ട്രീയ വൃത്തങ്ങൾ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ലും കടുത്ത കുറ്റകൃത്യങ്ങളിൽ പെട്ട് 30 ദിവസത്തിലധികം തന്നെ ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവരെ പദവികളിൽ നിന്ന് സ്വമേധയാ തന്നെ അയോഗ്യരാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലും തൽക്കാലം ഈ സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ നിലവിൽ BJP MP അപരിചിത സാരംഗി അധ്യക്ഷയായ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്തിമ പരിഗണനയിൽ ഉള്ളതെന്നതാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.